ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ ശ്രീജിത്ത് കെമാര. അപ്പോൾ ഇന്ന് നമ്മൾ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയുടെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ഹാഫാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ ഇഷ്യൂസ് ഇൻ സ്കൂൾസ് നമ്മൾ ബി എഡ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഉള്ള ഒരു നോളജ് തരുന്ന യൂണിറ്റാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്, ജെൻഡർ ഇഷ്യൂസ് ഇൻ സ്കൂൾസ്. എങ്ങനെയൊക്കെ ടീച്ചേഴ്സിന് ബെറ്റർ ആവാം. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഹാഫാണ് നോക്കുന്നത്, പ്രോബ്ലംസ് ഓഫ് വിമൻ ഇൻ കണ്ടംപററി ഇന്ത്യ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രോബ്ലംസ് ഓഫ് വിമൻ ഇൻ കണ്ടംപററി ഇന്ത്യ. എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് എ ബോയ് ഓർ എ ഗേൾ, unequal access to education, gender identity construction in schools, distribution of roles and responsibilities in classroom and school. ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒബ്വിയസ്ലി വി വുഡ് ബി ഡീലിംഗ് വിത്ത് ദ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഏതൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലംസ് ഓഫ് വിമൻ ഇൻ കണ്ടംപററി ഇന്ത്യ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. പ്രോബ്ലംസ് ഓഫ് വിമൻ ഇൻ കണ്ടംപററി ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്, കണ്ടംപററി കേരളയിലുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു ജനറൽ അവെയർനെസ്, എന്തൊക്കെയാണ് പ്രോബ്ലംസ് നടക്കുന്നത് എന്ന് നമ്മൾക്കറിയണം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സെക്കൻഡ് ക്ലാസ്സിലായിട്ട് പല ഏജസിലുള്ള വിമൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ആ സമയത്ത് ചെറുതായിട്ട് പ്രോബ്ലംസും അഡ്രസ്സ് ചെയ്തിരുന്നു. പക്ഷെ കണ്ടംപററി ഇന്ത്യയിലോട്ട് വരുമ്പോൾ we can't purely say that all the problems have been eradicated. It still prevails in large amounts. So ഏതൊക്കെയാണ് ആ ഒരു ഇഷ്യൂസ് സ്പെസിഫിക്കലി ദാറ്റ് അഫക്ട്സ് വിമൻ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ജെൻഡർ ബേസ്ഡ് വയലൻസ്. സ്ത്രീകൾക്ക് വയലൻസ് പല രീതിയിലാണ് വരുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, വീട്ടിൽ സംഭവിക്കുന്നത്, സെക്ഷൽ ഹറാസ്മെൻറ്റ്, റേപ്പ്, ഡൗറി റിലേറ്റഡ് വയലൻസ്, ഓണർ കില്ലിങ്, ഇങ്ങനത്തെ പല സംഭവങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കണ്ടംപററി ഇന്ത്യയുടെ റേറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ സിമ്പിളായിട്ട് ഇന്ത്യയിലേക്ക് പോകണ്ട, കേരളത്തിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 66 ഡൗറി ഡെത്ത്സ് ആണ് ലാസ്റ്റ് 5 ഇയേഴ്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതല്ലാത്ത സൂയിസൈഡ് സംഭവങ്ങളൊക്കെ വേറെയും ഉണ്ടാവും. റെക്കോർഡിക്കലായിട്ട് 66 എണ്ണമാണ്. 15,000 ഡൗറി ഹറാസ്മെൻറ്റ് കേസസ് ആണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് 5 ഇയേഴ്സിൽ. ഡൗറി ഡെത്ത്സ് എടുത്തു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ. ലാസ്റ്റ് 5 ഇയേഴ്സിൽ 12,000-ൻ്റെ അടുത്താണ് റേറ്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഡൗറി ഡെത്ത് ഉള്ള ആ ഒരു കൺസിഡറേഷൻ എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്ര അധികം വയലൻസുകൾ വിമൻ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡൗറി സിസ്റ്റം അബോളിഷ്ഡ് ആക്കി കഴിഞ്ഞിട്ടും, ഡൗറി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം അബോളിഷ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ആൻഡ് സ്റ്റിൽ ദ ഡെത്ത്സ് ആർ ഗോയിങ് ഓൺ. റേപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലൈക്ക് ഇറ്റ് ഈസ് എ 4th മോസ്റ്റ് കോമൺ ക്രൈം അഗൻസ്റ്റ് വിമൻ, റേപ്പ്. 32,000 റേപ്പ് കേസസ് 2021 ശേഷം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 31,677 ടു ബി പ്രിസൈസ്. അത്രത്തോളം റേപ്പ് കേസസ്, അത്രത്തോളം ഹരാസ്മെൻറ്റ് കേസസ്, അങ്ങനെ വിമനോടുള്ള ആ ഒരു ജെൻഡർ ബേസ്ഡ് വയലൻസ് പലതും റെക്കോർഡിക്കലായിട്ടുള്ള ഇത്ര നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് രാത്രി ഇറങ്ങി നടക്കാനുള്ള പേടി എന്ന് പറയുന്നത്, വൺ ഓഫ് ദ ബിഗ് റീസൺ ഈസ് ദാറ്റ് മെൻ ഓവർ പവറിങ് ദം, because they think that they are living in the world of men and not women. അപ്പോൾ ആ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി കൊണ്ടാണ്, ആ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് കാരണമാണ് സ്ത്രീകളോട് ഇപ്പോഴും ഇതേപോലെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. ഈവൻ ദോ ദർ ആർ ലീഗൽ മെഷേഴ്സ് ഇൻ പ്ലേസ്. പല ലീഗൽ മെഷേഴ്സ് ഉണ്ട്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ ഇങ്ങനത്തെ പല ആക്റ്റുകൾ ഉണ്ടായിട്ടും സ്ത്രീകളോടുള്ള അതിക്രമം കുറയുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനും ഉള്ള ഡിഫിക്കൽട്ടീസ് ഇപ്പോഴും പ്രിവെയിൽ ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പാട്രിയാർക്കൽ നോം,
ഇന്നഡിക്വേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം, ഇതൊക്കെയാണ് ഈ ഒരു ജെൻഡർ ബേസ്ഡ് വയലൻസ് ഇപ്പോഴും നടന്നു പോകാനുള്ള മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റിയാണ്. ജെൻഡർ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ പല ഫീൽഡുകളിലുണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ. എഡ്യൂക്കേഷനിലായിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് പൊസിഷൻ ആയിക്കോട്ടെ. എഡ്യൂക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം വുമൺ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 77%. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ചെയ്യുന്ന സമയത്ത് 10-ൽ ഒരാളാണ്, 11-ൽ ഒരാളാണ് വിമൻ എഡ്യൂക്കേഷൻ റേറ്റ്സ് ഉണ്ടായിരുന്നത്. ആ സമയത്തിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഹൈക്ക് തന്നെയാണ് 77% എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു എഡ്യൂക്കേഷൻ ലെവലിലോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ഇറ്റ് സ്റ്റിൽ പ്രിവൈസ്. ലെറ്റ് മീ ഗിവ് യു എൻ എക്സാമ്പിൾ. സ്വദേശ് എന്ന് പറഞ്ഞിട്ടൊരു ഷാറുഖ് ഖാൻ്റെ പടമുണ്ട് പണ്ടത്തെ. അതിൽ 2 ഭാഗങ്ങളായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് 2 ഇൻസ്റ്റൻസസ് പറയുകയാണ്. കുട്ടികളുടെ അടുത്ത് സ്കൂളിലോട്ട് വിടാൻ പറഞ്ഞിട്ടൊരു വലിയ ധനികൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ഷാറുഖ് ഖാൻ. കുട്ടിപിടുത്തത്തിന് ഇറങ്ങുകയാണ് ഷാറുഖ് ഖാൻ. അവിടെ ചെന്നിട്ട് ചോദിക്കുമ്പോൾ ആ വലിയ ആള്, അവിടുത്തെ ആ നാട്ടിലെ മെയിൻ ആള് പറയാണ്, അല്ല, ഞാൻ എൻ്റെ പിള്ളേരെയൊക്കെ സ്കൂളിലേക്കൊക്കെ വിടുന്നുണ്ടല്ലോ. അപ്പോൾ ഷാറുഖ് ഖാൻ ചൂണ്ടിക്കാണിച്ചു അടുക്കളയിലേക്ക്. അവിടെ 2 കുട്ടികൾ നിൽക്കുന്നുണ്ടല്ലോ, അവരെന്താ വിടാത്തെ? അല്ല, അവർ പെൺകുട്ടികളല്ലേ, ദേ ഷുഡ് ബി ട്രെയിൻ ടു ബി ഇൻ ദ കിച്ചൺ. ഞങ്ങൾ ആ ട്രെയിനിങ് ആണ് കൊടുക്കുന്നതെന്ന്. ആ തോട്ട് പ്രോസസ്സാണ് അവിടെ. അപ്പോൾ ഇതേപോലെ തന്നെ ലോവർ കാസ്റ്റിലുള്ള ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കുട്ടികളെ വിട്ടൂടെ സ്കൂളിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കല്ലേ സാർ, ഞങ്ങളെ സ്വപ്നം കാണാൻ വെറുതെ മോഹിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്ലൈ കൊടുക്കുന്നത്. ഞങ്ങൾ പാവങ്ങളാണെന്ന് പറഞ്ഞിട്ട് വിടുന്നില്ല കുട്ടികൾ. അപ്പോൾ പല റീസൺസ് ആണ് ഓരോ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആൻഡ് ഓൾ ദിസ് അൾട്ടിമേറ്റ്ലി ഗെറ്റ്സ് ആസ് എൻ ഇഷ്യൂ, ആസ് എ ജെൻഡർ ഇഷ്യൂ. എസ്പെഷ്യലി ഇൻ സ്കൂൾസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ് കാണാൻ പറ്റും. ജെൻഡർ ഇൻഇക്വാലിറ്റി, കാസ്റ്റ് വൈസ്, ക്ലാസ് വൈസ്, റിലീജിയൻ വൈസ്, മാർജിനലൈസേഷൻ ഓഫ് സർട്ടൺ ഗ്രൂപ്പ് ഓഫ് വിമൻ ആർ ഗോയിങ് ഓൺ ഹാപ്പനിങ്. അടുത്തതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. We should be ashamed of ourselves that still the political representation is so much less, and we don't know why. We have seen strong women leaders, and there was a time when people used to say ഇന്ദിരയുടെ ഇന്ത്യ എന്ന് പറയുന്നത്, ലൈക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ്, വിമൻ ലീഡേഴ്സ് ഭരിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ആൻഡ് ഇന്ത്യ ഹാസ് ബീൻ മച്ച് മോർ പവർഫുൾ. അപ്പോൾ ആ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു കൺസിഡറേഷൻ കൊടുക്കാത്തത് പോലെ നമുക്ക് തോന്നുകയാണ്. ലൈക്ക് ഇപ്പോഴും ലോകസഭയിൽ വെറും 11% വിമൻ റെപ്രസെൻറ്റേഷൻ. രാജ്യസഭയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10.6% വിമൻ റെപ്രസെൻറ്റേഷൻ. സോ ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ഈസ് വൈ കാൺ വുമൺ കം ടു ദ ഫോർ ഫ്രണ്ട്? പിന്നെ ചൈൽഡ് മാരേജ്, ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറയുന്നത് 100-ന് 107 എന്ന കണക്കാണ്. 100 സ്ത്രീക്ക് 107 പുരുഷൻ എന്നുള്ള ഒരു കണക്കിലാണ് സെക്സ് വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൽ 100 എന്നുള്ളത് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഫീമെയിൽ ഫീറ്റിസൈഡ് ഹാപ്പനിങ്. ആ ഒരു നമ്പറിൽ ഡിഫറൻസ്, വേരിയേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫീമെയിൽ ഫീറ്റിസൈഡ് ഈസ് ദ ഫസ്റ്റ് റീസൺ ഫോർ ദാറ്റ് എന്ന്. അപ്പോൾ ചൈൽഡ് മാരേജും ഫീമെയിൽ ഫീറ്റിസൈഡും കാരണമുള്ള ഇഷ്യൂസ് ദ വേൾഡ് അല്ലെങ്കിൽ ഇന്ത്യ മോസ്റ്റ്ലി പ്രിഫർ മെയിൽ എന്നുള്ളൊരു കൺസിഡറേഷനാണ്. അപ്പോൾ അതാണ് സെക്സ് റേഷ്യോയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇംബാലൻസ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലൊക്കെയാണ് കേട്ടോ ഈ ഒരു ചൈൽഡ് മാരേജും അല്ലെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡും കൂടുതലും നടന്നു പോകുന്നത്. എഡ്യൂക്കേഷൻ കൊടുക്കാതെ, ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡ് തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന ഒരു പ്രോബ്ലത്തിലോട്ടാണ് സ്റ്റിൽ ഇറ്റ് പ്രിവെയിൽസ് ഇൻസൈഡ് പാർട്സ് ഓഫ് ഇന്ത്യ. പിന്നെ ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. പോവർട്ടി ഉണ്ടാവും, കൾച്ചറൽ നോംസ് ഉണ്ടാവും, ചൈൽഡ് മാരേജ് ഉണ്ടാവും, ഇൻഎഡ്യൂക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കൂടാനുള്ള ഒരു മെയിൻ റീസൺ പല സ്കൂളിലും സാനിറ്റേഷൻ പ്രോപ്പറായിട്ട് ഒരു സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഫോർ വിമൻ ഇല്ലാത്തത് കൊണ്ടാണ്, ഗേൾസ് ഇല്ലാത്തതുകൊണ്ട്. വേറൊരു ഡ്രോപ്പ് ഔട്ട് റേറ്റ്
ആ കുട്ടി പ്യൂബർട്ടി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കുട്ടികൾ സ്കൂളിലേക്ക് വരാണ്ടാവുന്നുണ്ട് സ്റ്റില്ല്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറേ കുട്ടികൾ സ്കൂളിലേക്ക് വരാത്തതുണ്ട്, അല്ലെങ്കിൽ ചൈൽഡ് മാരേജ് കാരണം, അങ്ങനെ പല ഇഷ്യൂസാണ്. ആ ഒരു ലിമിറ്റഡ് എഡ്യൂക്കേഷൻ സ്റ്റിൽ സ്ത്രീക്ക് അല്ലെങ്കിൽ ഗേൾ ചിൽഡ്രന് എഡ്യൂക്കേഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ട്. അടുത്തത് മെറ്റേണൽ ഹെൽത്ത് ആൻഡ് ജെൻഡർ ബയസ്. മെറ്റേണൽ ഹെൽത്ത് ആൻഡ് ജെൻഡർ, സ്ത്രീക്കാണ് ഹയർ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്കാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് തീരെ കുറവാണ് എന്ന് പറയാൻ പറ്റും. കാരണം പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് ടൈമിലൊക്കെ ഒട്ടും ശ്രദ്ധയില്ലാതെ പല ലൈഫ്സും പോകുന്നുണ്ട് ശരിക്കും. അമ്മയുടെയും കുഞ്ഞിൻ്റെയും കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടാത്ത അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കിട്ടാത്ത അവസ്ഥകൾ, ഒരു സ്ഥലത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ മറ്റേ സ്ഥലത്തേക്ക് ആ വ്യക്തിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വളരെ ദൂരെ, അങ്ങനെ പല ഇഷ്യൂസ് കാരണം പല ഡെത്ത്സ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ മെറ്റേണൽ ഹെൽത്ത് ആൻഡ് ജെൻഡർ ബയസ് സ്റ്റിൽ ഇസ് ദർ. സോഷ്യൽ നോംസ്, കൾച്ചറൽ പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഡൗറി, ഫീമെയിൽ സെക്ലൂഷൻ, മൊബിലിറ്റിയുടെ റെസ്ട്രിക്ഷനൊക്കെ ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രാത്രികളിൽ നടക്കുക, അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ പോവുക. അവൾ പെൺകുട്ടിയല്ലേ, അവൾ അടുത്ത ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ വിട്ടാൽ പോരെ എന്നുള്ള തോട്ട് പ്രോസസ്സ് ഇറ്റ് സ്റ്റിൽ പ്രിവെയിൽസ്. ഹോസ്റ്റലിൽ നിന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവും, പുറം രാജ്യത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവും. അപ്പോൾ ആ മൊബിലിറ്റി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്യൂസാണ്. ആ സോഷ്യൽ നോംസ്, പണ്ടത്തെ പോലത്തുള്ള കൾച്ചറൽ പ്രാക്ടീസ് മാറ്റാനുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യാം. ജെൻഡർ ബേസ്ഡ് വയലൻസ്, discrimination and gender inequality, limited political representation, child marriage and female feticide, limited access to education, maternal health and gender bias, social norms and cultural practices. ഈ സംഭവങ്ങളാണ് കണ്ടംപററി ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ ഒരു അടുത്ത റീസൺ ആണ്. മെയിൻ സ്ട്രീമിലോട്ടൊക്കെ ബോയ്സ് ആണ് ജോലിക്ക് കിട്ടുന്നത്. പുറത്തു പോയി ജോലി ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് കൂടുതൽ ബോയ്സ് ആയതുകൊണ്ട് അവർ പോവാണ്. ഇവിടെ മൊബിലിറ്റി സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടും ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകൾ, അങ്ങനെയൊക്കെയുള്ള പല റീസൺസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ലീഗൽ റിഫോംസ് കൊണ്ടുവരികയും അവയർനെസ് ക്യാമ്പയിനുകൾ നടത്തുകയും വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവരികയും അങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജെൻഡർ ഇക്വാലിറ്റീനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ ജെൻഡറിലുള്ളവർക്കും ഒരു ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നേഷൻ ഡെവലപ്ഡ് ആണ്, ഒരു പ്ലേസ് സേഫ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് എ ബോയ് ഓർ ഗേൾ, അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. ഇത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ തുടങ്ങാം. സ്വദേശിയിലെ, അപ്പോൾ അവിടെ ആദ്യത്തെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ ധനികനായിട്ടുള്ള വ്യക്തി പറയുന്നു, ഞാൻ ബോയ്സിനെ വിട്ടിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് അടുക്കള എന്നുള്ളത് തന്നെ മോർ ദാൻ ഇനഫ് ആണെന്ന്. അപ്പോൾ അവിടെ സ്ത്രീക്കാണ് എഡ്യൂക്കേഷൻ നിഷേധിക്കുന്നത്. അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോവർ കാസ്റ്റിലുള്ളവരടുത്ത് പറയുമ്പോൾ ആ വ്യക്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെ രണ്ടു പേർക്കും എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ദർ ആർ മെനി റീസൺസ് ഫോർ ഡിനയൽ ഓഫ് ദ എഡ്യൂക്കേഷൻ. അപ്പോൾ ബോയ്സിനും ഗേൾസിനും ചെറുതായിട്ട് ഈ പറഞ്ഞതുപോലെ ആ ഒരു ഫാക്ടർ ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഒരു കീ പോയിൻ്റാണ്. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, കാരണം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ജെൻഡർ നോംസും ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസും ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ ബിലീവ്സും കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസും ഒക്കെ. ഇപ്പോൾ ഗേൾസിന് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി, ബോയ്സ് അല്ലേ ബ്രെഡ് വിന്നേഴ്സ്, അപ്പോൾ അവർ കൂടുതൽ പഠിക്കാൻ പോട്ടെ. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. പെൺകുട്ടീനെ അപ്പുറത്തെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടതല്ലേ, അതിനിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉപകാരമില്ലല്ലോ എന്നുള്ള തോട്ട് പ്രോസസ്സ് വെച്ചിട്ട് പെൺകുട്ടികളെ ചെറിയ ഇതിന് കോഴ്സുകൾക്ക് വിടുക, ആൺകുട്ടികളെ കാശ് കൊടുത്ത് എഞ്ചിനീയറിങ്ങിന് വിട്ട് 40 സപ്ലി എടുക്കുക. ജസ്റ്റ് ജോക്കിങ്. അപ്പോൾ ഈവൻ ദോ ദ ബോയ് ഈസ് സ്റ്റുപ്പിഡ്, ഹി ഗെറ്റ്സ് മോർ opportunities. Even though the girl is very brilliant,
she gets limited opportunities just because that men are supposed to be the breadwinners and women are supposed to go into another family and not come back. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സാണ് അത് നമ്മുടെ വീട്ടിലേക്ക് ഉപകാരമില്ലല്ലോ എന്നുള്ളൊരിത്. പിന്നെ ഏർലി മാരേജ്. അപ്പോൾ ഏർലി മാരേജ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റോൾസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. Like I know many girls of friends who decided to stop their studies because they are carrying or pregnant. അപ്പോൾ കുട്ടികളെ നോക്കാനായിട്ട് അവരുടെ ഒരു ബിഗ് പാർട്ട് ഓഫ് ദെയർ ലൈഫ് നേരത്തെ തന്നെ കുട്ടികളെ നോക്കാനായിട്ട് അവരുടെ ആ ഒരു ഡ്രീംസും അല്ലെങ്കിൽ അവരുടെ എയിമും ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്കറിയാം. അപ്പോൾ അതേപോലെയുള്ള ലൈക്ക് ഷീ സപ്പോസ് ടു ബി ദ കെയർ ഗിവർ. ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തുകൊണ്ടാണ് ഇറ്റ്സ് ദെയർ ഡിസിഷൻ ഓൾസോ. ബട്ട് സ്റ്റിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഷീ ഈസ് സപ്പോസ് ടു ഡു സോ ആൻഡ് സോ എന്നുള്ളത്. അടുത്തെന്ന് പറഞ്ഞാൽ എൻറോൾമെൻറ്റ് ആൻഡ് റീറ്റെൻഷനാണ്. ഗേൾസ് എൻറോൾ ചെയ്യുന്നത് തന്നെ ലോവർ റേറ്റ്സ് ആണ്. ഡ്രോപ്പ് ഔട്ട്സ് വളരെ കൂടുതലാണ് സ്ത്രീകൾ. ഈവൻ ഐ ഹാവ് ടോൾഡ് പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുമ്പോൾ കുറേ പേര് ഡ്രോപ്പ് ചെയ്യും. ചൈൽഡ് മാരേജ് സംഭവിക്കുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. ഇതുപോലെ സ്കൂളിലുള്ള സെറ്റിംഗ് സേഫ് അല്ല എന്ന് മനസ്സിലാകുമ്പോൾ വീട്ടുകാർ ഡ്രോപ്പ് ചെയ്യും. സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കുറവാകുമ്പോൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അപ്പോൾ എൻറോൾമെൻറ്റിനോടൊപ്പം തന്നെ ഡ്രോപ്പ് ഔട്ട്സും വളരെ കൂടുതലാണ്. നേരത്തെ കല്യാണം കഴിയുന്നു, കോഴ്സ് നിർത്തുന്നു. ക്ലീഷേ ഡയലോഗ് പറയും കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്ന്. ബട്ട് ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് വെൻ യു ആർ ഇൻ എ ഡിഫറെൻറ്റ് ഹോം. അതാണ് അവസ്ഥ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ ഗേൾസ് ഈവൻ ദോ ദേ ഗെറ്റ് എഡ്യൂക്കേഷൻ, അപ്പോൾ ആക്സസ് ടു എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാലും എഡ്യൂക്കേഷൻ ക്വാളിറ്റീസ് അവിടെ പ്രശ്നമാണ്. കാരണം കരിക്കുലം എന്ന് പറയുന്നത് പ്യുവർലി ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള കരിക്കുലം ഇപ്പോൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഒരു സെറ്റിംഗ് കറക്റ്റാക്കി വരുന്നതേ ഉള്ളൂ. ലേണിംഗ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ടീച്ചിങ് മെത്തേഡ്സ് ആയിക്കോട്ടെ, എല്ലാം സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ട് ഗേൾ എക്സ്പീരിയൻസസ്, എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് കുറവുള്ള ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ വെൻ ഹിസ്റ്ററി ടീച്ചർ സേസ് ദാറ്റ് വെരി വാലന്റ്, വലിയൊരു പവർഫുൾ ലീഡർ എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി കാണിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു പവർഫുൾ കിങ് എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ അശോകനെ ആയിരിക്കും. അപ്പോൾ അവിടെ റാണി ലക്ഷ്മിബായി എന്നുള്ള ഒരു എക്സാമ്പിൾ എടുത്തിടുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബിക്കോസ് ദ ഗേൾ നീഡ്സ് ടു ഹാവ് റോൾ മോഡൽസ്. ആ ഗേൾ റോൾ മോഡൽ, വിമൻ റോൾ മോഡൽസ് കുറവാണ്. അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് ആണ് മെയിൻ റീസൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസിൽ ഒരു ഇന്നിക്വാലിറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഓൾ ഷീ ഹിയേഴ്സ് അബൌട്ട് ബോയ്സ് ഓർ മെൻ ബീയിങ് ഗ്രേറ്റ്. അവിടെ ഹിസ്റ്ററിയുടെ ആ ഒരു പ്രശ്നം കൂടിയുണ്ട്. ലൈക്ക് the writings are all about men and nothing about women can be found in books. പിന്നെ മെൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് വെരി മച്ച് ഡോമിനൻസ് ഇൻ സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, എല്ലാവരും പുരുഷാധിപത്യമാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ സ്ത്രീക്ക് അവിടെ ഓപ്ഷനില്ല, വേറെ ഏതെങ്കിലും സൈഡിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ ചെറിയ സാധാ ജോലികൾക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ സോഷ്യോ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഒബ്വിയസ്ലി ഉണ്ട്. അതായത് പോവർട്ടി കാരണം, ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് കാരണം. ഇപ്പോൾ ഒരു വീട്ടിൽ 5-6 പോപ്പുലേഷൻ തന്നെ ഒരു റീസൺ ആയിട്ടെടുക്കും. ഒരു വീട്ടിൽ ഒരു 5-6 കുട്ടികളുണ്ട്, അതിൽ 2 ആൺകുട്ടിയും 4 പെൺകുട്ടിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഫാമിലി വുഡ് പ്രിഫർ ലെറ്റ് ദ ബോയ്സ് സ്റ്റഡി. ബിക്കോസ് അവർക്ക് എല്ലാവരെയും പഠിപ്പിക്കാനുള്ള കാശില്ല. അപ്പോൾ റിട്ടേൺ കിട്ടുന്നത് ബോയ്സ് ആയതുകൊണ്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലോട്ട് അവരെ കൊണ്ടെത്തിക്കും. പെൺകുട്ടീനെ പഠിപ്പിച്ചിട്ട് ഇപ്പം എന്തിനാണ് എന്നുള്ള ആ ഒരു തോട്ട് ഇപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നത് ഒരു സംഭവമാണ്. 2 കുട്ടികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഒരു സോഷ്യൽ എക്കണോമിക്കൽ ഫാക്ടർ കാരണം എൻജിനീയറിങ്ങിന് റാങ്ക് കിട്ടിയ കുട്ടീനെ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എൻജിനീയറിങ്ങിന് റാങ്ക് കിട്ടി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടീനെ എൻജിനീയറിങ്ങിന് വിട്ടിട്ട് പെൺകുട്ടീനെ ചിലപ്പോൾ BSc ഫിസിക്സിന് വിടും അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സിന് വിടും. ജസ്റ്റ് ബിക്കോസ് ദാറ്റ് എൻജിനീയറിംഗ് ഡിഗ്രി ഈസ് ലിറ്റിൽ മോർ എക്സ്പെൻസീവ് ദാൻ കോമൺ ഡിഗ്രി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. സ്കൂളിൽ പോലും ഹരാസ്മെൻറ്റ്സും എക്സ്പ്ലോയിറ്റേഷൻസും അസൾട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ പെൺകുട്ടികൾക്ക് അതൊരു സേഫ് എൻവയോൺമെൻ്റ് ആയിട്ട് തോന്നുന്നില്ല. അവിടെ സേഫ്റ്റി കൺസേൺസ് വരുമ്പോൾ ഡ്രോപ്പ് ഔട്ട്സ് കൂടും.
അപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു ഡിസ്പാരിറ്റീസ് ഒക്കെ മാറ്റി ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ ഒരു എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷണൽ ആക്സസ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. ആ ഒരു കൾച്ചറൽ ബയസും സ്റ്റീരിയോ ടൈപ്പിനെയും ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, സ്പെസിഫിക് ബാരിയേഴ്സ് ഫേസ്ഡ് ബൈ ഗേൾസ് ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വന്നാൽ മാത്രമേ അവിടെ ഒരു പ്രൊമോട്ടിംഗ് ഫെസിലിറ്റി നടക്കുള്ളൂ ഫോർ ഗേൾസ് എസ്പെഷ്യലി. ഒരു ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് കൊണ്ടുവന്നിട്ട് ഗേൾസിനെ കൂടുതൽ എംപവർ ചെയ്ത് മെൻറ്റർ ചെയ്ത് കൂടുതൽ സ്കോളർഷിപ്പുകൾ കൊണ്ടുവന്നുകൊണ്ട് അവരെ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു ചേഞ്ച് സംഭവിക്കുള്ളൂ. എല്ലാ ജെൻഡേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ആക്സസ് എഡ്യൂക്കേഷന് കൊടുത്താൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ നേഷന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെക്കഗ്നൈസ് ദാറ്റ് ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ക്യാൻ അഫക്ട് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിനും ഗേൾസിനും അഫക്റ്റ് ചെയ്യും. നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഗേൾസിനെ മാത്രം ഫോക്കസ് ചെയ്ത് ആൻസേഴ്സ് ചെയ്തരുത്, ബോയ്സിനെ കൂടി ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ആൻസേഴ്സ് ആവാൻ. ബിക്കോസ് അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ബോയ്സ് ആൻഡ് ഗേൾസ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്, നോട്ട് ജസ്റ്റ് ഗേൾസ്. അപ്പോൾ ബോയ്സിന് ഇതുപോലെ തന്നെ അവർക്ക് കൂടുതൽ പ്രഷർ കിട്ടും, അല്ലെങ്കിൽ ബോയ്സ് ബുള്ളീഡ് ആവുകയാണ്, അല്ലെങ്കിൽ അവരിൽ കൂടുതൽ എന്താണ് മെൻ്റലായിട്ടുള്ള തോട്ട് പ്രോസസ്സ് വേറെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറേ പ്രഷേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് സംഭവിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നല്ല ഒരു വെൽത്തി ഫാമിലി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഹൈ എഡ്യൂക്കേഷനിലോട്ട് അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഒരു സാധാ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് മോശമാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ബോയ്സ് ആർ റെസ്ട്രിക്റ്റഡ് ഓഫ് ദെയർ എഡ്യൂക്കേഷൻ. ഈ പറഞ്ഞ പോലെ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോയ്സ് ടേക്ക് അപ്പ് ദ റോൾ ഓഫ് ബ്രെഡ് വിന്നേഴ്സ്. ഇപ്പോൾ വീട്ടിൽ രണ്ടുപേരിൽ ഒരാൾക്ക് വയ്യാണ്ടായെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പഠിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടി പഠിപ്പ് നിർത്തിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോവുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് കോമൺ ആയിട്ട്. ബിക്കോസ് ദേ ആർ തോട്ട് ടു ബി ദ ബ്രെഡ് വിന്നേഴ്സ്, പ്രൊവൈഡേഴ്സ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം, എന്നാൽ മാത്രമേ മാർക്സ് കിട്ടുള്ളൂ. ലാസ്റ്റ് ആണ് ജെൻഡർ ഐഡൻറ്റിറ്റി കൺസ്ട്രക്ഷൻ ഇൻ സ്കൂൾസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ക്ലാസ് റൂം ആൻഡ് സ്കൂൾ. സ്കൂളിലും ക്ലാസ് റൂമിലും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നതാണ്, ആൺകുട്ടികൾക്ക് ബെഞ്ച് പിടിച്ചിടുക, പെൺകുട്ടികൾക്ക് അടിച്ചു വാരി വൃത്തിയാക്കുക. ടീച്ചർ ക്ലാസ് വൃത്തികേടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചീത്ത പറയുന്നത് പെൺകുട്ടിയെ. ആൺകുട്ടിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല, ബിക്കോസ് ഹീ ഈസ് ഇൻ സീൻ വിത്ത് ദാറ്റ് ഐസ്. മേ ബി പെൺകുട്ടിയാണ് അത് റെഡിയാക്കേണ്ടത് എന്നുള്ളൊരു കോമൺ തോട്ട്. അല്ലെങ്കിൽ ലീഡറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടി ലീഡർ, പെൺകുട്ടീനെ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വിളിക്കില്ല. പെട്ടെന്ന് ഓടിപ്പോയി ചോക്കെടുത്ത് കൊണ്ടുവരാൻ പറയുന്നത് എപ്പോഴും ഒരു ആൺകുട്ടിയുടെ അടുത്തായിരിക്കും, പെൺകുട്ടിയുടെ അടുത്താവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് തോട്ട് ദാറ്റ് ബോയ്സ് ആർ മോർ ഫിസിക്കൽ ദാൻ ഗേൾസ്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തിൻ്റെ ബേസിലുള്ള ബയസുകൾ, സംഭവങ്ങൾ, അപ്പോൾ ഇതൊക്കെ ഒരു ടീച്ചർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇപ്പോൾ ചെറുപ്പത്തിലേ തന്നെ ബോയ്സും ഗേൾസിനെയും മിക്സ് ചെയ്തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇടയിലൊരു ആൺ പെൺ ഉള്ള ഒരു തോട്ട് പ്രോസസ്സ് അധികം ഉണ്ടാവില്ല. ആ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും. ദർ ഈസ് എൻ ഏജ് വെർ ബോയ്സ് തിങ്ക് ദാറ്റ് ടോക്കിംഗ് ടു ഗേൾസ് ഇസ് ബാഡ്. അപ്പോൾ അത് ശരിക്കും സ്കൂളിൽ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അവരെ മിക്സ് ചെയ്തിരുത്തി അവരെ സംസാരിക്കാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അടുത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കോമൺ തിങ് ആണ്, കുഴപ്പമുള്ള സംഭവമല്ല എന്നുള്ള ഒരു ഐസിലോട്ട് സൊസൈറ്റി അല്ലെങ്കിൽ ടീച്ചേഴ്സ് വന്നാൽ മാത്രമേ ഒരു ടീച്ചേഴ്സിന് തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിബേറ്റ്സ് നടത്തുമ്പോൾ ബോയ് വേഴ്സസ് ഗേൾ എന്നുള്ള ഡിബേറ്റ്സ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രൊജക്ട്സ് ചെയ്യിപ്പിക്കുമ്പോൾ ബോയ്സ് ടീം ഗേൾസ് ടീം എന്നുള്ള തോട്ട് പ്രോസസ്സ് മാറ്റി മിക്സഡ് ആക്കിക്കൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു ടീച്ചേഴ്സിന് ഗ്രേറ്റ് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതാണ്.
വിമൻ ഷുഡ് ബി റെസ്പെക്റ്റഡ് ഓർ ഗേൾ ഷുഡ് ബി റെസ്പെക്റ്റഡ് എന്നൊരു ടീച്ചർ ഒരു കുട്ടിയെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വയലൻസ് അഗൻസ്റ്റ് വുമൺ പകുതി കുറയും. മെൻ ഡസിൻറ്റ് സീ ഓർ ഇൻട്രാക്ട് വിത്ത് വുമൺ മച്ച്. അപ്പോൾ അതൊരു മെയിൻ റീസൺ ആണ്. മെൻ ഷുഡ് ബി ടോട്ട് ഹൗ ടു ട്രീറ്റ് വിമൻ. ആ ഒരു ആൺകുട്ടിയെ ആ പെൺകുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഒരു ടീച്ചർ വൃത്തിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പല വയലൻസുകളും, പല റേപ്പ് കേസുകളും, പല ഡൗറി വയലൻസുകളും, ഹറാസ്മെൻറ്റ്സും ഇഷ്യൂസും ഒക്കെ ഇന്ത്യയിൽ നിർത്താൻ പറ്റും. ടീച്ചർ ഹാസ് എ ബിഗ് റോൾ ഇൻ ദാറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് ആസ്പെക്റ്റുകൾ, ഈ ഒരു ഷേപ്പിംഗ് സിഗ്നിഫിക്കൻറ്റ് റോൾസിലുള്ള ആസ്പെക്റ്റുകൾ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം തന്നെ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെൻഡറൊന്നും നോക്കാതെ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബോയ്സിൻ്റെ മാത്രം തോട്ട്സും ഒപ്പീനിയൻസും കേൾക്കാതെ പെൺകുട്ടിയുടെയും കൂടി അവർക്കൊരു സ്പേസ് കൊടുത്ത് തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ആ വ്യക്തി പറയാനായിട്ട് സമ്മതിച്ച് ടൈം കൊടുത്ത് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോൾ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ഇൻക്ലൂസീവ് ആവും, സപ്പോർട്ടീവ് ആവും. പിന്നെ കരിക്കുലം ആൻഡ് ടീച്ചിങ് മെറ്റീരിയൽസ് എന്നും ടീച്ചർ ഇത് ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടിരുന്നു. ടീച്ചിങ് എയ്ഡ്സിൽ ഫുള്ള് കാണുന്നത് ആണുങ്ങളുടെ പടം. അപ്പോൾ അവിടെ പെൺകുട്ടികൾക്ക് ഇതെന്താ ഞങ്ങളുടെ പടം ഇല്ലാത്തത്, ടീച്ചറുടെ ഫോട്ടോയിലാണ്, ഡോക്ടറുടെ ഫോട്ടോയിലുമാണ്, അല്ലെങ്കിൽ ടീച്ചറുടെ ഫോട്ടോയിൽ മാത്രം പെൺകുട്ടിയുടെ ഫോട്ടോ, ബാക്കി എല്ലാ ഓക്യുപ്പേഷനിലെയും ഫോട്ടോസ് കാണിക്കുമ്പോൾ അവിടെ ആൺകുട്ടി. അപ്പോൾ ഇതൊക്കെ ഈവൻ ദ ടീച്ചേഴ്സ് തോട്ട് പ്രോസസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ചൈൽഡ്. അവിടെ കരിക്കുലവും ടീച്ചിങ് മെറ്റീരിയൽസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത്രയും കൂടി ഇൻക്ലൂസീവ് കരിക്കുലം കൊണ്ടുവരുന്നത് കൊണ്ട് ഇത്രയും കൂടി ബെറ്റർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദ റിസൾട്ട് വുഡ് നോട്ട് ബി സീൻ നൗ, ഇറ്റ് വുഡ് ബി സീൻ ഇൻ ദ കമ്മിങ് 10 or 20 years. ആ ഒരു കരിക്കുലം ചേഞ്ച് വന്നതുകൊണ്ട്, 2020 കരിക്കുലം ചേഞ്ച് വന്നതുകൊണ്ട് ആ റിസൾട്ട്സ് ഇനി കണ്ടു തുടങ്ങും ഇൻ 2040 ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആ ഒരു ജനറേഷൻ പുറത്തിറങ്ങുമ്പോൾ ബിക്കംസ് ദ മെയിൻ അഡൽട്സ്. അപ്പോൾ അവിടെ ടീച്ചിങ് മെറ്റീരിയൽസിനും ഉണ്ട് ഒരു ഇമ്പോർട്ടൻസ്. അശോകൻ്റെ മുമ്പ് പറഞ്ഞ പോലെ അശോകൻ്റെയും അക്ബറിൻ്റെയും ഒപ്പം തന്നെ നമുക്ക് റാണി ലക്ഷ്മിബായിനെയും പറയാൻ പറ്റണം. ഒരു കുട്ടീനെ ഒക്കത്തെടുത്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് റാണി ലക്ഷ്മിബായ്. അപ്പോൾ ആ ഒരു മണികർണിക എന്നുള്ളൊരു വ്യക്തിയെ അക്ബറിനോടൊപ്പം തന്നെ നമ്മൾക്ക് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പെൺകുട്ടിക്ക് ഇത്തിരിയെങ്കിലും ഒരു എംപവർമെൻറ്റ് തോന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തോന്നുള്ളൂ. ഓർ എൽസ് ദേ ജസ്റ്റ് തിങ്ക് ദാറ്റ് all these things are for just men or boys. പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് വെക്കുക. നിനക്ക് വീട്ടിലിപ്പോൾ എന്താ പണി, ആൺകുട്ടിയോട് ചോദിക്കണം, നിനക്ക് വീട്ടിലിപ്പോൾ എന്താ പണി, പഠിക്കുക മാത്രമല്ലേ ഉള്ളൂ, അവളെ രാവിലെ ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരണത്. അപ്പോൾ അവിടെ ആൺകുട്ടിക്ക് ഒരു ആൺകുട്ടികൾക്ക് വീട്ടിൽ പണിയെടുക്കണ്ട, പെൺകുട്ടി വീട്ടിൽ പണിയെടുത്തിട്ടാണ് വരുന്നത്, അപ്പോൾ ആൺകുട്ടിയിൽ നിന്ന് കൂടുതൽ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു ടീച്ചർ, പെൺകുട്ടി ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു തോട്ട്. അപ്പോൾ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വീട്ടിൽ പണിയെടുക്കാം, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ബുദ്ധിക്കനുസരിച്ച് വേണമെങ്കിൽ ടീച്ചർക്ക് ഒരു ഡിഫറൻസ് വെക്കാം. അല്ലാതെ അവർ വീട്ടിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്നതോ വെച്ചിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. ടീച്ചർ ബീയിങ് ജഡ്ജ്മെൻ്റൽ ഈസ് വെരി വെരി ബാഡ് ഇഷ്യൂ. ആ ഒരു ജഡ്ജ്മെൻ്റൽ തോട്ട് വെച്ചിട്ട് ഇത് ഇവനല്ലേ, ഇത് ഇവളല്ലേ, ഇവള് ഇത്രേ പഠിക്കുള്ളൂ എന്നുള്ള ആ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻസ് വെച്ചുകൊണ്ട് ഒരു കുട്ടീനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ അക്കാഡമിക് ലെവലിലായാലും എക്സ്ട്രാ കരിക്കുലർ പെൺകുട്ടികൾക്ക് സ്പോർട്സിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഐറ്റംസ് വേർ ദ ഗേൾസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ്. നമ്മൾ ഒരു PT ക്ലാസ്സിൽ വരെ ആ ഒരു ഡിഫറൻസ് ആണ്. ആൺകുട്ടികൾക്ക് എന്താ കൊടുക്കുക, ഫുട്ബോൾ, ക്രിക്കറ്റ് ബാറ്റും ബോളും, പെൺകുട്ടികൾക്ക് ഷട്ടിൽ ബാറ്റും റിങ്. പണ്ട് മെയിനായിരുന്നു, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് റിങ് കൊടുക്കുകയാണ് പെൺകുട്ടികൾക്ക്, ബോയ്സിന് ഫുട്ബോൾ മാത്രം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചെസ്, ക്യാരംസ്, പെൺകുട്ടികൾക്ക് ഗോട്ടി വെച്ചിട്ടാണ് കളി. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ മാറ്റണം. ഒരു പെൺകുട്ടി കുറേ അത്ലറ്റിക് ആവണം എന്ന് ആ കുട്ടി ആഗ്രഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അവിടെ പോയിരുന്ന PT ഉഷ ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സമൂഹത്തിൽ എങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത്രയും ബില്യൺസ് ആൾക്കാർ പോപ്പുലേഷൻ ഉണ്ടായിട്ടും ഗോൾഡ് മെഡൽ വാങ്ങുന്നില്ല എന്നുള്ളതിൻ്റെ റീസൺ ഇതാണ്. ആ ഒരു ഡിസ്പാരിറ്റി അവിടെ സ്റ്റിൽ പ്രിവെയിൽ ചെയ്യുന്നതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ക്രൈറ്റീരിയാസും അസസ്മെൻറ്റും പ്രൊമോഷനും അവാർഡ്സും ഒക്കെ കൊടുത്താലല്ലേ ഒരു ജെൻഡർ ബയസ് കളഞ്ഞുകൊണ്ട് ഫെയർനെസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ അടുത്തതാണ് നോൺ ഡിസ്ക്രിമിനേറ്ററി പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുള്ളിയിങ്, ബയസ്, പ്രെജുഡിസ് തോട്ട്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഡിസ്ക്രിമിനേഷനും ഹറാസ്മെൻറ്റും ഒക്കെ ഒന്ന് പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ട് ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനത്തെ പോളിസീസ് ഉണ്ടാക്കണം. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോയും ഗേളും അടുത്തിരിക്കുമ്പോൾ തന്നെ അത് അവിടെ പ്രശ്നം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഇരുന്ന് പഠിച്ചു, അല്ലെങ്കിൽ ഒരേ ബെഞ്ചിലിരുന്നു, അല്ലെങ്കിൽ ബോയ്സിന് പണ്ട് ഇത് കൊടുക്കും, പണിഷ്മെന്റ് കൊടുക്കുന്നതാണ് എന്ത്, ഗേൾസിന്റെ അടുത്ത് ചെന്നിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതെന്തിനാണ്, അതെന്ത് തരം പണിഷ്മെന്റ് ആണ്? ആ വ്യക്തിയുടെ അടുത്ത്, ആ പെൺകുട്ടിയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള, അല്ലെങ്കിൽ അതൊരു മോശക്കേടാക്കി മാറ്റുന്നതിൽ ടീച്ചേഴ്സിന് ഒരു വലിയ പങ്കുണ്ട്. ആ പെൺകുട്ടിയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്, ആ ഒരു തോട്ടിലോട്ട്. അപ്പോൾ അത് ടീച്ചേഴ്സിൻ്റെ വലിയൊരു മിസ്റ്റേക്കാണ് സ്റ്റിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ആസ് ടീച്ചേഴ്സ്, ആസ് ബി.എഡ് സ്റ്റുഡൻസ്. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണിത്. ആ ഒരു നോൺ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരാതിരിക്കുക. അല്ലെങ്കിൽ ഒരു ക്ലാസ് ലീഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ പെൺകുട്ടീനെ ആ ഫുൾ ക്ലാസ്സിൻ്റെ ചാർജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ബോയ് ലീഡർ വേണം, ഗേൾ ലീഡർ വേണം എന്ന് പറയുന്നു, ബോയ്സിന് കൂടുതൽ ഇൻചാർജ് കൊടുക്കുന്നു, ഗേൾ ലീഡറിന് എന്തെങ്കിലും ചെറിയ പണികൾ, ബുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുക, അങ്ങനത്തെ റോളുകൾ മാത്രം കൊടുത്തുകൊണ്ട് ആ ഒരു നോൺ ഡിസ്ക്രിമിനേറ്ററി പോളിസീസ് സംഭവിക്കുന്നു. അടുത്തത് സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നതാണ്. ആ ഒരു ട്രെയിനിങ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് ടീച്ചർ ട്രെയിനിങ്, സ്റ്റാഫ് ട്രെയിനിങ് നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ ഈ ഒരു ബയസ്, സ്റ്റീരിയോ ടൈപ്പിംഗ് ഒക്കെ മാറ്റി വെച്ച് കുട്ടികൾക്കൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലേണിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. ജെൻഡർ സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് അവിടെ മാക്സിമം മിക്സ് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ, ഫുട്ബോൾ പെൺകുട്ടിയും ബോയ്സ് ആൻഡ് ഗേൾസ് ടീം എന്നുള്ള രീതിയിലല്ലാതെ ഒരു മിക്സഡ് ടീം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂസ് വരുന്നില്ല. They might be different in their pace, strength, but still they can work as a team എന്നുള്ള ഒരു തോട്ട് കൊണ്ടുവരണം. ഒരു ക്ലബ്സ് അല്ലെങ്കിൽ സ്പോർട്സ് ടീംസ്, അങ്ങനെ സ്റ്റീരിയോ ടൈപ്സ് മാക്സിമം ബ്രേക്ക് ചെയ്തുകൊണ്ട് മിക്സഡ് ജെൻഡർ ആക്ടിവിറ്റീസ്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ടീച്ചേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബെഞ്ച് ബോയ്സ്, സെക്കൻഡ് ബെഞ്ച് ഗേൾസ്, അങ്ങനെയല്ലാതെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബെഞ്ച് ഒരു ടീം, ഗേൾസ് ആൻഡ് ബോയ്സ് ഒരു ടീം എന്നുള്ള ഒരു രീതിയിൽ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് എല്ലാ ജെൻഡറിനും, അല്ലാതെ ഒരു സെപ്പറേറ്റ് ജെൻഡർ വൈസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാത്ത ഇത്രയും കൂടി ഇൻക്ലൂസീവ് ആക്കി കഴിഞ്ഞാൽ, സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് സ്കൂളിൽ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ, ജെൻഡർ ഐഡൻറ്റിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു കുട്ടിയെ അനുവദിച്ച് കഴിഞ്ഞാൽ, then we can see, we can experience the change, and we will be the change makers as teachers. I hope you understood the depth of this and why we should concentrate. We as teachers should concentrate more on bringing a gender neutral environment, an inclusive environment. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് പല ക്വസ്റ്റ്യൻസും വന്നു കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ്, കേരളത്തിലുള്ള ഇഷ്യൂസ് എന്താണ് എന്നുള്ളൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ എന്താണ് കണ്ടംപററി ഇന്ത്യയിൽ നടക്കുന്ന ഇഷ്യൂസ്, രണ്ട് ജെൻഡർ ഇഷ്യൂസ് ഇൻ ഇന്ത്യ എന്താണ്, അല്ലെങ്കിൽ കണ്ടംപററി ഇന്ത്യയിൽ നടക്കുന്ന ഇഷ്യൂസ് എന്താണ്, അങ്ങനത്തെ ചോദ്യങ്ങൾ. പിന്നെ വയലൻസ് ടുവേർഡ്സ് വിമൻ ഇൻ ഇന്ത്യ ഈസ് ഇൻ അലാമിംഗ് റേറ്റ്, ഹൗ ഡു യു റെസ്പോണ്ട് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ചോദ്യം. അതാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വയലൻസ് ടുവേർഡ്സ് വിമൻ ഇൻ ഇന്ത്യ ഈസ് ഇൻ എൻ അലാമിംഗ് റേറ്റ്, ഹൗ ഡു യു റെസ്പോണ്ട് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ചോദിക്കുന്നത് കണ്ടംപററി ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ അവിടെ പ്രോബ്ലംസ് ആണ് എഴുതേണ്ടത് വൃത്തിയിൽ. പിന്നെ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ജെൻഡർ എഡ്യൂക്കേഷൻ, അവിടെ റോൾ ഓഫ് ടീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അത് ഈ ഒരു സെക്ഷനിലാണ്, ജെൻഡർ ഇക്വാലിറ്റി ക്ലാസ് റൂംസ് അങ്ങനത്തെ കൊടുക്കുന്നത് കൊണ്ടാണ്. അത് അടുത്ത പാർട്ടിലും ഇതേപോലെ ഉള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് ആ ഒരു ആൻസറിലോട്ട് നമുക്ക് എത്താവുന്നതാണ്. അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന ഒരു സെക്ഷനാണ്, അല്ലെങ്കിൽ ഒരു പേപ്പറാണ് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി. നമ്മൾ നമ്മളുടെ രീതിയിൽ വൃത്തിക്ക് പോയിന്റ് വൈസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മാർക്ക്
കിട്ടാൻ പറ്റുന്ന 40ൽ 40ഉം കിട്ടാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി. I hope you guys understood everything. I know this video is a bit lengthy, but I hope it's useful. Thank you. Have a nice day. See you.